ഭിക്ഷ എടുക്കാൻ യോഗ്യതയുള്ളവൻ സന്യാസി എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? അവൻ 5 വീട് ഭിക്ഷ എടുത്തു, 5 വ്യക്തിയെ കണ്ടു, പിന്നെ അവൻ അന്ന് ഭക്ഷണമില്ല, അമ്പലത്തിൽ പോയിട്ടും കിട്ടിയില്ല, അവൻ പട്ടിണി കിടന്നോളാം. ഇതാണ് ധർമ്മം. ആളിനെ കുണ്ടലിനെ ഉണർത്താനുള്ള എളുപ്പവിദ്യ പ്രയോഗിച്ചാൽ കുണ്ടലിന് ഉണർന്ന് സഹസാരത്തിൽ എത്തൂല, കണ്ടം വരെ എത്തുകയുള്ളൂ, അനാഗതം വരെ എത്തുകയുള്ളൂ. ആൾ തീർച്ചയായിട്ടും ഭ്രാന്ത് പിടിക്കും, പിന്നെ ഒരിക്കലും റിക്കവറി ഉണ്ടാവുകയില്ല. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയൊക്കെ നാടകങ്ങൾ നടക്കുന്നത്. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് ഇത് നടന്നു? ഇതാണ് പ്രപഞ്ചം, ഇതാണ് മായ. ഏതായുധം എവിടെ എടുക്കണം എന്ന് നമുക്കറിയാതിരിക്കണം. അത് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാതാപിതാക്കളെ ക്ലാസ്സിൽ കൊണ്ടുവന്നിരുത്തുക, അവർ തന്നെ മാറി വരും. ഏറ്റവും എളുപ്പ വഴി ഗുരുപാദം പിടിക്കുകയാണ്. ഗുരുചരണം ശരണം. ക്വസ്റ്റ്യൻ ആക്ച്വലി എല്ലാവരോടും കൂടിയിട്ടുള്ള ഒരു ഇതാണ്. കാരണം പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നിയതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. ആക്ച്വലി നമ്മൾ അച്ഛൻ അമ്മ അവരിൽ നമ്മൾ ജന്മമെടുക്കുന്നു. അച്ഛനമ്മയിൽ നിന്ന് നമ്മൾ ജന്മമെടുക്കുന്നു. നമ്മളിവിടെ ജനിക്കുന്നത് അവരിലൂടെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ചേഞ്ചായി. നമ്മൾ ഇതുവരെ ജീവിച്ച രീതിയിൽ നിന്നും ഒരു ചേഞ്ച് വന്നു. നമ്മൾ ഇതുവരെ ജീവിച്ച ആ ഒരു ഇതിൽ നിന്നും മാറി നമ്മൾ ധർമ്മത്തിൽ ജീവിക്കാൻ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോട് നമ്മൾ പറയുന്നത് ഈ ധർമ്മത്തിൽ ജീവിക്കണം, ഇതുവരെ ജീവിച്ച ജീവിതങ്ങളെല്ലാം നമ്മൾ ശരിക്ക് എന്ന് പറയുമ്പോൾ അവരത് മാറാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ എനിക്കിതിൽ നിന്ന് മാറണം. അപ്പം ഞാനിതിൽ നിന്ന് മാറി ജീവിക്കുന്നു. ഇപ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ അച്ഛനും അമ്മയൊക്കെ മരിക്കുമ്പോൾ അവരെ പും എന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നതാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അധർമ്മത്തിൽ ജീവിക്കുന്ന അച്ഛനും അമ്മയെയും ധർമ്മത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു മാറി നിൽക്കുന്ന മകൻ എങ്ങനെയാണ് ത്രാണനം ചെയ്യുന്നത് അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് മോക്ഷം കൊടുക്കുന്നത്? അപ്പം നമ്മൾ തന്നെ ചെയ്തിട്ടല്ലേ നമ്മൾ മോക്ഷം നേടിപ്പോകേണ്ടത്. ഇതിൽ അച്ഛനും അമ്മയും അപ്പം നമ്മൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് അവർ രണ്ടാളുകൾ കാരണം മാത്രമല്ലേ ആവുന്നുള്ളൂ. ബാക്കി ജീവിതം അല്ലെങ്കിൽ ജീവിക്കുന്നതും നമ്മളല്ലേ. അപ്പോൾ അവരായിട്ടുള്ള ആ ഒരു കണക്ഷൻ അവരെ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യണം, നമ്മൾ നമ്മുടേതായ ലൈഫിലേക്ക് മാറിപ്പോകണോ? ഇതൊരു ക്വസ്റ്റ്യനാണ് തന്നെ. ദയവ് ചെയ്ത് ഇതിനൊരു മറുപടി തരണം പ്ലീസ്. നിശബ്ദ പാലിക്കോ. ഹലോ എല്ലാവരോടും. അങ്ങയുടെ ചോദ്യം സ്വാഭാവികമെന്നേ പറയാൻ പറ്റുള്ളൂ. ധാർമ്മിക മാർഗം സ്വീകരിച്ച് നിങ്ങൾ പ്രത്യേകം ജീവിക്കാൻ ആഗ്രഹിച്ചു. അച്ഛനമ്മമാരിപ്പം വ്യത്യസ്തമായ മറ്റൊരു വീട്ടിലാണ്. ഇതല്ലേ വിഷയം അല്ലേ? അവർ മാറാൻ തയ്യാറില്ല. പുത്രധർമ്മം എങ്ങനെ പൂർത്തീകരിക്കും? രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ, ബാലകാണ്ഡം എന്നാണ് എൻ്റെ ഓർമ്മ, കൈകേയിയുടെ നിർബന്ധം മൂലം മന്ദരയുടെ പ്രേരണ കൈകേയിലുണ്ടാവുകയും കൈകേയി ഈ ശ്രീരാമൻ്റെ നാളെ നടക്കാൻ പോകുന്ന, അടുത്ത ദിവസം നടക്കാൻ പോകുന്ന അഭിഷേകം മുടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീരാമനെ അറിഞ്ഞ് കൗസല്യയുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ശ്രീരാമൻ ഈ വിവരം അറിയുന്നില്ലെന്ന് പറയാൻ പറ്റില്ല, ഭഗവാനല്ലേ. ഭഗവാനായതുകൊണ്ട് എല്ലാം അറിയുന്നുണ്ട്. എങ്കിലും പൊതുവെ ഭൗതികമായി നോക്കുമ്പോൾ ശ്രീരാമൻ ഇത് അറിയുന്നില്ല. അപ്പോൾ ലക്ഷ്മണൻ അവിടെ ഉണ്ട്. കൗസല്യ, അതായത് രാമൻ്റെ മാതാവായ കൗസല്യയുടെ അടുത്ത് നിൽക്കുകയാണ്. ലക്ഷ്മണ മാതാവായ സുമിത്ര ആ രംഗത്തിലില്ല. അപ്പോൾ ലക്ഷ്മണൻ പൊട്ടിത്തെറിക്കുകയാണ്. കാരണം അനന്തൻ്റെ അവതാരമാണല്ലോ ലക്ഷ്മണൻ. വിഷ്ണു ഭഗവാന്റെ തൽപ്പമായ 1000 പണങ്ങളുള്ള അനന്തൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ. അപ്പം ലക്ഷ്മണന് ക്രോധം കൂടും, സർപ്പമായതുകൊണ്ട്. ലക്ഷ്മണൻ എങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്? എങ്ങനെ? മന്ദരയെയും കൗസല്യയെയും ശരിക്ക് ശകാരിക്കുകയാണ്. ദുഷ്ടയാണ്. പെറ്റമ്മയായ കൗസല്യയോടും അമ്മയോടും ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ സ്നേഹം ഈ കൈകേയിയോട് കാണിച്ചിട്ടുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഇഷ്ടം കൈകേയിയാണ്. എന്നിട്ട് കൈകേയി ഈ ദുഷ്ടത്തരം കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് കൈകേയി മോശ
സ്വഭാവമുള്ളവളാണെന്ന് പറയുകയും അച്ഛനെക്കുറിച്ചും കുറ്റം പറയുന്നു. ഒരു സ്ത്രീയുടെ അപൂർവമായ സൗന്ദര്യം കണ്ടിട്ട് സത്യവും ധർമ്മവും മറന്നിട്ടാണ് എൻ്റെ പിതാശ്രീ നിശ്ചയിച്ച ഈ അഭിഷേകം മുടക്കാൻ ഭാര്യയോട് കൂട്ടുനിന്നതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ്. ഇതെല്ലാം അർജുനൻ്റെ ഈ ക്രോധാവിഷ്ടമായ വാക്കുകളെല്ലാം ഭഗവാൻ നല്ല മന്ദഹാസത്തോടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ശ്രീരാമൻ പറയുന്നു, നീ നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞോ? ഇനി ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. പിതാവിൻ്റെ മലത്തിന് തുല്യത പോലും വരില്ല പുത്രന്മാർ. പിതാവിട്ട ബീജം അഥവാ വിത്ത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് വളർത്തി 270 ദിവസം കഴിഞ്ഞ് പ്രസവിച്ചതിന് ശേഷവും മാതാവും പിതാവും ഒരുപോലെ ശ്രദ്ധയോടെ കരുതലോടെ വളർത്തിയെടുത്തതാണ് ലക്ഷ്മണ നിൻ്റെ ഈ ശരീരം. ഈ ആ ശരീരത്തിൻ്റെ അവരുടെ ഊർജം നിന്നിലേക്ക് പകർന്നപ്പോഴാണ് നിനക്ക് ഇതൊക്കെ പറയാൻ നിലയില്ലാതെ വിളിച്ചു പറയാൻ തോന്നിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂത്രത്തിൻ്റെയോ മലത്തിൻ്റെയോ വില പോലും ഇല്ലാത്തവരാണ്, തൃണമാണ് പുത്രന്മാർ. അത് മറക്കണ്ട. അച്ഛൻ എന്തു പറഞ്ഞോ അതാണ് തീരുമാനം. അച്ഛൻ പറഞ്ഞ ശരിയും തെറ്റും നിർണ്ണയിക്കാൻ നീയോ ഞാനോ ആളല്ല. ഇത് പറഞ്ഞതാരാ? വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അവതാരമെന്ന് പറയുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവാണ്. സാധാരണക്കാരനല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ അതുപോലെ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത്. ധർമാധർമ്മങ്ങളെക്കുറിച്ച് വിവേചിച്ചറിയാൻ നിനക്കാരവകാശം തന്നു? അതും അച്ഛൻ്റെ കാര്യത്തിൽ. താതൻ്റെ മഹത്വം എന്താണെന്ന് നിനക്കറിയാമോ? നീ പഠിച്ചിട്ടുണ്ടോ? നിനക്ക് എന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ ക്രോധാവിഷ്ടനായി സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം അനിയ. പക്ഷേ ആ സ്നേഹം സത്യമല്ല, ആ സ്നേഹം യാഥാർത്ഥ്യമല്ല. ഞാൻ രാജാവാകണമെന്ന് നിനക്കെന്താ നിർബന്ധം? വാസ്തവത്തിൽ നമുക്കറിയാം, രാമായണത്തിലെ ഭഗവാൻ തന്നെയാണ് ഈ ലീലകളൊക്കെ ചമയ്ക്കുന്നത്. മന്ദരയുടെ മനസ്സിൽ സരസ്വതി ദേവിയുടെ പ്രേരണ കൊണ്ട് അങ്ങോട്ട് കടന്നു ചെന്ന് മന്ദരയെ ദുഷ്ടയാക്കി അവസാനം കൈകേയിയുടെ ബെഡ്റൂം വരെ എത്തിച്ച്, സാധാരണ അന്നത്തെ നിലയിൽ രാജ്ഞിമാർ കിടക്കുന്നിടത്ത് അനുവാദമില്ലാതെ ഒരു തോഴി കിടക്കത്തില്ല, കിടക്കാൻ വിധിയില്ല. എന്നിട്ടും കൈകേയി മന്ദര ഇടിച്ചു കയറി അവിടെ ചെന്ന്, ദുഷ്ടേ നീ എന്തിനാണ് ഇവിടെ ഒന്നും അറിയാതെ പോലെ കിടക്കുന്നത്? അധികാരം മുഴുവനും ശ്രീരാമനിലേക്ക് പോവുകയാണ് നാളെ, കണ്ടില്ലയോ? ആഭരണങ്ങളെല്ലാം കെട്ടിത്തൂക്കിയിരിക്കുന്നു, ആനയെയും കുതിരയെയും ചമയ്ക്കുന്നു. നാളെ ശ്രീരാമൻ്റെ പട്ടാഭിഷേകമായിട്ട് നീ ഇതൊന്നും അറിയുന്നില്ല. നിൻ്റെ മകൻ ഭരതൻ വെറും വേലക്കാരനായി ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടെ പറഞ്ഞപ്പം കൈകേയി സ്ത്രീയല്ലേ, മനസ്സിളക്കി. അങ്ങനെയാണ്. മാത്രമല്ല അത് വിധിയാണ്. ശ്രീരാമൻ്റെ നിശ്ചയം ഇവിടെ നടപ്പിലാക്കപ്പെടുന്നു. ഭൗതികമായി നോക്കിയാൽ മന്ദരയും കൈകേയിയുമാണ് തെറ്റുകാരിയെന്ന് നമുക്കൊക്കെ തോന്നാം. പക്ഷേ അതല്ല. വിധി, കൽപ്പന. കാരണം ശ്രീരാമൻ അയോധ്യയിലെ രാജാവായാൽ രാവണവധം ആര് നടത്തും? അത് പറയണം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രോതാക്കൾ ശ്രദ്ധാപൂർവ്വം ഇരിക്കണം. നിങ്ങളും ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് ഒരു വലിയ ബൃഹത് ഗ്രന്ഥമാക്കി മാറ്റാൻ പറ്റും നമുക്കത്. തലച്ചോറ് ഈശ്വരൻ തന്നിരിക്കുന്നത് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനല്ല, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനാണ്. അതാണ് പടക്കമായിരിക്കണം ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന. വെളിയിലിരിക്കുന്നവർ ദയവ് ചെയ്ത് അകത്ത് കയറിയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോണം. നിങ്ങൾ വന്നത് ഇത്രയും വലിയ പ്രോഗ്രാം കേൾക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ അകത്ത് വന്നിരുന്ന് ക്ലാസ് കേൾക്കണം. അവിടെ ഇരുന്ന് ചൊറ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആളുകളല്ല. ചൊറ പറയാൻ അയൽവക്കത്തെ വീട്ടിൽ പോയാൽ മതി. ഈ പരദൂഷണം നിർത്തണം എന്നാണ് കുറച്ച് മുമ്പ് സ്വാമി പറഞ്ഞത്. കേട്ടോ? എല്ലാവരും അകത്ത് കയറുക, ദയവ് ചെയ്ത്. അതുകൊണ്ട് അകത്തേക്ക് കയറി വരിക. ആ ബുക്കിന്റെ സെയിൽസ് ഒക്കെ നിങ്ങൾ ഒരു കുഴപ്പമില്ല. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഓരോ അറിവും ഓരോ അക്ഷരവും, അക്ഷരമെന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ക്ഷരമല്ലാത്തത്, ഒരിക്കലും നശിക്കാത്തത്. ആ അക്ഷരം, ഓരോ അക്ഷരവും ഓരോ നിലവിളക്കിൻ്റെ തിരുനാളമാണ്. അത് അന്ധകാരത്തെ ഉന്മൂലനം ചെയ്ത്
മനസ്സിനെയും ശരീരത്തെയും ലോകത്തെയും സംശുദ്ധീകരിക്കാൻ പര്യാപ്തമാണ് അക്ഷരങ്ങൾ. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല അക്ഷരങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന് വിഭവമായി തീർന്നാൽ തീർച്ചയായിട്ടും അവിടെ പുതിയ പുതിയ ആശയങ്ങൾ പൊട്ടിമുളയ്ക്കും. അത് സമൂഹത്തെ വിമലീകരിക്കാൻ, സമൂഹത്തിനെ പുഷ്ടിപ്പെടുത്താൻ ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ രാമായണത്തിൽ ഇങ്ങനെയാണ്, ഇതാണ് വിഷയം. അങ്ങയുടെ ചോദ്യത്തിന് എനിക്കുള്ള ഉത്തരം, അങ്ങ് മരണം വരെ അച്ഛനമ്മമാരെ സംരക്ഷിക്കുക തന്നെ വേണം. അവർ സെപ്പറേറ്റ് ആകുന്നത് വേറെ, അതെവിടെ ആയിക്കോട്ടെ. അവർക്ക് നനയാതെ നല്ല ഒരു വീട് കൊടുത്ത്, എവിടെയായാലും വാടക വീടായ അങ്ങയുടെ സാമ്പത്തികമൊന്നും എനിക്ക് നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയായാലും അച്ഛനമ്മമാർ മരിക്കുന്നത് വരെ അവർക്ക് സുരക്ഷിതത്വം നൽകണം, അന്നവസ്ത്രാദികൾ നൽകണം. മരണശേഷം മരണാനന്തര ക്രിയകൾ, ഉദകക്രിയകൾ ചെയ്ത് അവരെ വിഷ്ണു ലോകത്തെത്തിക്കുകയും വേണം. അതാണ് പുത്രൻ്റെയും പുത്രിയുടെയും ധർമ്മം. അതിന് തടസ്സമായി നിൽക്കുന്ന അത് അങ്ങയുടെ ധർമ്മപത്നിയാണെങ്കിൽ പോലും, ഞാനിതൊക്കെ എൻ്റെ ഊഹം വെച്ച് പറയുന്ന കാര്യമാണ്, ധർമ്മഭക്തി തടസ്സക്കാരിയെന്ന് ചിന്തിക്കട്ട. അങ്ങനെയാണെങ്കിൽ പോലും അതിനങ്ങ് കൂട്ടു നിൽക്കരുത്. കാരണം അങ്ങയുടെ ഇനിയുള്ള ജന്മങ്ങളിലേക്ക് കൂടിയുള്ള ഒരു തത്വമാണ് ഈ അച്ഛനും അമ്മയും. ഒരു ചൂണ്ടുപലകയാണിവർ. അവർ വഹിച്ച ത്യാഗത്തിന് അങ്ങ് എന്തൊക്കെ കൊടുത്താലും മതി വരില്ല. ഋഷിമാരതല്ലേ, മാതാവിനെയും പിതാവിനെയും പോറ്റാത്ത പുത്രൻ ദുഷ്ടൻ തന്നെയാണ്, സംശയമേ വേണ്ട. എത്രയൊക്കെ സ്ഥാനമാനങ്ങൾ ഇരുന്നാലും, എത്രയൊക്കെ ധനമുണ്ടെങ്കിലും. ഇതിന് വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാനുണ്ട്. അങ്ങ് പറയണം, തീർച്ചയായിട്ടും പറയണം. രാജാര്യൻ പറയണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയണം. ഞാനീ പറയണത് രാമായണത്തെയും ഭാഗവതത്തെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിൽ പറയുന്നതാണ് എൻ്റെ ധർമ്മം. പൈസാറ് എന്തെങ്കിലും പറയണ്ടോ? പൈസാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ഛനെ അമ്മേനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആത്മതലത്തിൽ. അത് അറിയണമെങ്കിൽ നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നൊരു, ഞാൻ ആധുനികമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഡോക്ടർ ബ്രയാൻ എൽവിസിൻ്റെ ബുക്ക് വായിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ ആത്മതലത്തിൽ, നമ്മൾ ഈ ശരീരമല്ല, പക്ഷേ ഈ ശരീരം വെച്ചാൽ എല്ലാ കലാപരിപാടികളും നമ്മൾ കാണിക്കണത്, എല്ലാ അറിവുകളും നേടുന്ന ഈ ശരീരത്തും വെച്ചുകൊണ്ടാണ്. ആത്മതലത്തിൽ നിന്ന് ഒരറിവും നമുക്ക് നേടാൻ പറ്റുകയില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ജന്മം എടുക്കുന്നത്. അതിൽ സൂട്ടബിളായിട്ടുള്ള, നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ABCDE ഉള്ള പോലെ നമുക്ക് ഓപ്ഷൻസ് വരുന്നു. നീ ഇന്ന കാർമിക്സ് ഉണ്ട്, ആ കാർമിക്സ് തീർക്കാനായിട്ട് നീ ആരെയാണ് അമ്മയായിട്ട് അച്ഛനായിട്ട് സെലക്ട് ചെയ്യണമെന്നുള്ള ഇത് വരുന്നു. അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ അമ്മയുടെ വയറ്റിൽ വരെ ഉള്ളപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ പറഞ്ഞ പോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ, ഞാൻ സാധാരണ പറയാറുണ്ട്, രാവിലെ കുട്ടികളൊക്കെ നല്ല യൂണിഫോമൊക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് വിടും. എന്നിട്ട് കുട്ടികളോട് വഴക്കുണ്ടാക്കരുത് കേട്ടോ, യൂണിഫോം ഇതുപോലെ അമ്മ കഷ്ടപ്പെട്ട് വാഷ് ചെയ്തതാണ്, ഇതുപോലെ ചുളിവൊന്നും ഇല്ലാണ്ട് കൊണ്ടുവരണമെന്നൊക്കെ പറയും. പക്ഷേ തിരിച്ചു വരുമ്പോൾ കൊച്ചിൻ്റെ മേത്ത് ഉള്ള സപ്തവർണ്ണങ്ങളും ആരോടൊക്കെ വഴക്കിട്ടെന്നുള്ള ലിസ്റ്റായിട്ട് വരും. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. നമ്മൾ എന്തിന് വന്നു എന്ന് മനസ്സിലാക്കാണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ ക്രയവിക്രയത്തിൽ കുറേയധികം കാർമ്മികങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത്. അതിൽ ഭാഗ്യമുള്ളവർ ഇങ്ങനത്തെ അബാക് മീഡിയയുടെ സ്പിരിച്വൽ കവേഴ്സ് പോലെ നമ്മുടെ തസ്മൈ ഗുരുജിയോ സ്വാമിജിയോ പറയുന്ന പോലെ കേട്ട്, എന്തൊക്കെയോ കേട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എന്തോ എഫക്റ്റ് ഉണ്ട്. എവരി ആക്ഷൻ ദെയർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ആ തത്വം നമ്മുടെ ഓരോ പ്രവൃത്തിക്കും, ഓരോ ചിന്തയ്ക്കും, ഓരോ ശ്വാസത്തിനും ബാധകമാണ്. അതനുസരിച്ചാണ് നമ്മുടെ മക്കൾ വരുന്നത്. അപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റുകയില്ല. ആരെയും കുറ്റം പറയും. ഇപ്പോൾ മന്ദര എന്ന് പറഞ്ഞു, മന്ദരയെ കൊണ്ട് പറയിച്ചതാരാ? ദേവന്മാരാണ്, സരസ്വതി ദേവിയാണ്. അതിനാണ് വികട സരസ്വതി എന്ന് പറയുന്നത്. സരസ്വതി ദേവിയാണ് മന്ത്രയുടെ നാവിലിരുന്നിട്ട് രാമനെ വനവാസത്തിന് വിടണമെന്ന് പറയണത്. കൈകേയി അല്ല. കൈകേയി അപ്പോഴും പറയുന്നുണ്ട്, എഴുത്തച്ഛൻ അത് പറയുന്നുണ്ട്. കാര്യം എൻ്റെ മകൻ ഭരതനേക്കാളും എന്നെ സ്നേഹിക്കുന്നത് രാമനാണെന്ന് കൈകേയി പറയുന്നുണ്ട്. പക്ഷേ അവിടെ മന്ദരയുടെ എന്താണ്, ആ ഹിപ്നോതെറാപ്പി വർക്ക് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ റോജിൻ സാറിൻ്റെയൊക്കെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തിട്ട് അതിലവർ മോഹാലസ്യപ്പെട്ടിട്ട് അവരാവശ്യം പറയുക. കാര്യം എന്താണ്? ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ ആളെ 14 വർഷം ആഹാര വിഹാരങ്ങളില്ലാണ്ട് ഇരിക്കുന്ന ആളെ മാത്രമേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയൊക്കെ നാടകങ്ങൾ നടക്കുന്നത്. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് ഇത് നടന്നു? ഇതാണ് പ്രപഞ്ചം, ഇതാണ് മായ.
മഹാവിഷ്ണുവിൻ്റെ ദ്വാരപാലകന്മാരായിട്ട് ജയവിജയന്മാരായിട്ട് നിന്ന ആൾക്കാർ, യാദൃച്ഛികതയ രാമായണ മാസമാണ് ഇത് പറയാമെന്ന് വെച്ചാൽ, ജയവിജയന്മാരായി നിന്നവർ ഋഷീശ്വരന്മാർ വന്നപ്പോഴത്തേക്കും അവരാരാണെന്ന് മനസ്സിലാക്കാണ്ട്. കാര്യം മഹാവിഷ്ണുവിൻ്റെ ദ്വാരപാലകന്മാർ നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായ ധാർമ്മികമായിട്ടുള്ള ബാധ്യതയുണ്ട്. ആരോട് യെസ് പറയണം, ആരോട് നോ പറയണമെന്ന്. ഇത് നമ്മൾ ശമ്പളം വാങ്ങിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്, ഒരു പ്യൂണ് പോലും ഇതുണ്ട്. അപ്പോൾ ആ ദ്വാരപാലകന്മാരായിട്ട് നിന്നവർ 3 യുഗങ്ങളിൽ അസുരന്മാരായിട്ട് ജന്മം എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഓരോ സർക്കാർ ഓഫീസിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊടുത്ത് ശമ്പളം കിട്ടുന്ന സർക്കാർ ഓഫീസിൽ നമ്മൾ ഓരോ കാര്യത്തിനും ചെല്ലുമ്പോൾ ചെയ്യുന്ന ആ ദ്വാരപാലക പ്രവൃത്തി ചെയ്യുമ്പോൾ അവർ ഏതൊക്കെ ജന്മങ്ങളെടുക്കും? ഇത് നമ്മൾ തന്നെയാണ് അത് ചെയ്യണമെങ്കിൽ അവർക്ക് 3 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ, കുംഭകർണൻ, ഇപ്പുറത്ത് കംസൻ, ശിശുപാലൻ. എന്നിട്ട് ഇവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആഹാരം, അന്നം ച മനഃ, അങ്ങനെ എന്താണ്ടോ ഒരു ഇത് പറയും, എൻ്റെ ഗുരു പറയും. അന്നം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ അനുസരിച്ചിരിക്കുന്ന എൻ്റെ ഗുരു പറയണം. എനിക്ക് സംസ്കൃതം ഒന്നും അറിയില്ല. അപ്പോൾ ഈ ജയവിജയന്മാരായിട്ട് മഹാവിഷ്ണുവിൻ്റെ ദ്വാരപാലകന്മാരായിട്ട് ധർമ്മിഷ്ഠന്മാരായി നിന്നവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് ഏറ്റവും നികൃഷ്ടമായ രാക്ഷസ ജന്മത്തിലേക്ക് വന്നു. അപ്പോൾ ദേവന് 2 ലക്ഷ്യങ്ങളാണ്. കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് അവരെ ഉദ്ധരിക്കുക. എന്ത് ചെയ്യണം? അവരുടെ ആ അങ്ങനത്തെ ആ കാര്യങ്ങൾ പോകണമെങ്കിൽ അവരെ വധിക്കണം. അങ്ങനെ ആ 3 യുഗങ്ങളിലും ഇവരെ വധിച്ചിട്ട് ഇവരെ അതിൽ നിന്ന് മോക്ഷം കൊടുക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി ഇപ്പോൾ നമ്മൾ ഏതൊക്കെയോ അച്ഛനമ്മമാരുടെ മക്കളായിട്ടോ ഏതൊക്കെ ജന്മത്തിൽ ഇത് ചെയ്തതിൻ്റെ ക്രയവിക്രയമാണ് ഇപ്പോൾ നടത്തുന്നത്. എപ്പോൾ തൊട്ട് നമ്മൾ അറിഞ്ഞോ, ഏത് നിമിഷം അറിഞ്ഞോ? കാര്യം നമ്മുടെ സിവിലിലൊരു റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, മൈനർ റൈറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഏതെങ്കിലും സ്വത്തുവകകളുണ്ടെന്ന് ഏത് നിമിഷമാണോ ഞാൻ അറിയുന്ന ആ നിമിഷം എനിക്ക് കേസ് കൊടുക്കാൻ റൈറ്റ് ഉണ്ടെന്നൊരു രജിസ്ട്രാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞ്. എനിക്കറിയില്ല, കാര്യം മൈനർ റൈറ്റ് എന്ന് പറയുന്നത് ഞാൻ മൈനറായിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഏത് നിമിഷമാണോ, ഇന്ന് ഈ 27 ജൂലൈ 2025 ഈ ക്ഷേത്രസന്നിധി വെച്ചാണ് അറിഞ്ഞിരിക്കുന്നത്. ഇന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരോടും പറയുന്ന വാക്കുകളും ഓരോരുത്തരോടും ചെയ്യുന്ന പരിപാടിയാണ് മനസ്സാ വാചാ കർമ്മണ. അത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, അത് സാമൂഹികം കൊണ്ടും സാമ്പത്തികം കൊണ്ടും ചെയ്യുന്നത് നമുക്ക് കാർമിക് എഫക്റ്റ് ആകും. എങ്ങനെ കുറയ്ക്കാം? ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കാലയിൽ വീഴാൻ അവർ സമ്മതിച്ചാൽ, ഒളിച്ചു നിന്ന് വീണിട്ട് കാര്യമില്ല, കാലേ വീണ് സമ്മതിച്ച് അവർ തലേ കൈവച്ചാൽ നമ്മുടെ കാർമികം കുറേയൊക്കെ കുറയ്ക്കാം. എളുപ്പ വഴി അതാണ്. ഏറ്റവും എളുപ്പ വഴി ഗുരുപാദം പിടിക്കുകയാണ്. ഗുരുചരണം ശരണം. ഗുരുപാദം പിടിച്ചാൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരു ശാപം കിട്ടിയാൽ ദൈവത്തിന് പോലും മാറ്റാൻ പറ്റുകയില്ല. പിതൃശാപം, ഗുരുശാപം. പിതൃശാപം പിതൃക്കന്മാർ പോയി കഴിഞ്ഞാൽ ഗുരുക്കന്മാർക്ക് അത് പറഞ്ഞിട്ട് അതിൻ്റെ പ്രതിവിധി ചെയ്യാൻ പറ്റും. പക്ഷേ ഗുരുശാപം വന്നാൽ ദേവന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റും. അതിനാണ് അബാഗ്മീഡ് ചെയ്തു തന്നിരിക്കുന്നത്. ഇങ്ങനെ ഗുരുക്കന്മാർ പറയുന്ന ആരൊക്കെ, ഞാൻ ഗുരുവല്ല, ഇവിടെയുള്ള തസ്മൈ ഗുരുജി, സ്വാമിജിയൊക്കെ ഞാനും കാലത്തൊട്ട് തൊഴുത് സ്വാമിജിയുടെ. അപ്പോൾ സാധിക്കുന്നവർ കാലത്തൊട്ട് തൊഴുത് നിങ്ങൾ 1000 രൂപ മുടക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകണമെന്നാണ് കാര്യം. ഞാൻ വാങ്ങിച്ചു വന്നപ്പോൾ തന്നെ കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. പോകണമെന്നാണ് എനിക്ക് ഉദ്ബോധിപ്പിക്കാനുള്ള കാര്യം. നമ്മൾ എന്തൊക്കെയോ ചെയ്തു, പക്ഷേ ഇപ്പോൾ നമുക്ക് തിരിച്ചറിവ് വന്നു, നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ദിവ്യ ചക്ഷുസായിട്ട് ഇപ്പോൾ തസ്മൈ ഗുരുജി, സ്വാമിജിയൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാർമിക് എഫക്ട്സാണ്. അതിൽ നിന്ന് മാറിയാൽ അടുത്ത ജന്മം എന്താണ് നല്ല രീതിയിൽ ഇപ്പോൾ ഈ ജന്മങ്ങൾ നമ്മൾ കുറേ എടുക്കും. ഇതുകൊണ്ടൊന്നും ഒരു ജന്മം കൊണ്ടൊന്നും മോക്ഷമാകുകയില്ല. കുറേയധികം ക്രയവിക്രയം ചെയ്യണം നമ്മൾ. അത് ചെയ്യാനായിട്ട് ഈ ഒരു ഗുരുക്കന്മാരുടെ വാക്കുകൾ പ്രചോദനമാകട്ടെ, അതിൻ്റെ ഒരു മാർഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പൈസാറെ ഇപ്പോൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പറഞ്ഞിട്ട് വരാം. അല്ല, അത് ഞാൻ പറഞ്ഞതിന് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഗുരുജി പറഞ്ഞു. അദ്ദേഹം അത് പറയട്ടെ, അത് എന്നിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ധർമ്മത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം. പത്നി എന്നൊരു വാക്ക് അവിടെ ഇല്ല. അദ്ദേഹത്തിന് ധർമ്മത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ധർമ്മത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം. അവരുടെ മാതാപിതാക്കൾ ധർമ്മത്തിൽ ജീവിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അവർക്ക് നമ്മൾ അധ്വാനിക്കുന്ന ധർമ്മത്തിൻ്റെ പൈസ കൊടുത്ത് അവരെ സംരക്ഷിക്കണോ, കൂടെ കൊണ്ടു നടക്കണോ, പുത്രൻ്റെ ധർമ്മം എങ്ങനെ ചെയ്ത് പൂർത്തിയാക്കും എന്നുള്ളതാണ് പുള്ളിയുടെ ചോദ്യം. അതല്ലായിരുന്നു? ധർമ്മത്തെ ധർമ്മം കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ശ്ലോകമാട്ടെ ഉണ്ടില്ലേ, വിജയിക്കാൻ പറയുന്നത്. അങ്ങനെ സാധനം ഉണ്ടാവും, ഉറപ്പാണ്. ധർമ്മോ രക്ഷതി ധർമ്മ, അങ്ങനെയല്ല, വേറെ ഒരെണ്ണം കാണും. ധൃതിക്ഷമാ ദമോസ്തേയം ശൗചമിന്ദ്രിയ നിഗ്രഹം
ദീർവിത്യ സത്യമക്രോധോ ദശകം ധർമ്മലക്ഷണം. ആ ഈ 10 കാര്യങ്ങൾ. യെസ്, ഇനി അടുത്ത കാര്യം പറയാം. ക്ഷമ, ദമം, അസ്ഥേയം. അസ്ഥേയം എന്ന് പറഞ്ഞാൽ കള്ളം പറയാതിരിക്കൽ. സ്ഥേയം കള്ളൻ, മോഷണം. അസ്ഥേയം കള്ളം പറയാതിരിക്കൽ. ധൃതിക്ഷമ, ദമോസ്ഥേയം, ശൗചം, വൃത്തി, മനോവൃത്തിയും ബാഹ്യവൃത്തിയും ആന്തരിക വൃത്തിയും വരുന്നത്. അതിൽ ഉള്ളും പുറവും നന്നായിരിക്കണം, വൃത്തിയായിരിക്കണം. ഇവിടെ നിഗ്രഹം. ഇന്ദ്രിയ നിഗ്രഹത്തിന് അഷ്ടരാഗങ്ങളുമായി ബന്ധമുണ്ട്. 8 ശത്രുക്കൾ. ഒരു ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും മനസ്സിനെ സത്യത്തിൽ നിന്ന് മറച്ച് പാപകർമ്മങ്ങളിലേക്ക് തള്ളിയിടുന്നത് 8 ശത്രുക്കളാണ്. പുരാണത്തിലെ അഷ്ടരാഗങ്ങൾ എന്നാണ് അതിന് പറയുക. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഡംബ്, ഗർവ്. ഇനിയും 2 കൂടിയുണ്ട്, അസൂയ, സ്പർദ്ധ. ശരിക്കും ദശരാഗങ്ങളാണ്. 10 ശത്രുക്കൾ. അതിൽ പ്രധാനം 8 എണ്ണം. ഈ 8 എണ്ണത്തെ മനസ്സിൽ നിന്ന് പിരിച്ചുവിട്ട് പറ്റുമെങ്കിൽ അടിയും കൊടുത്ത് പറഞ്ഞു വിടാതെ മാനസക്ഷേത്രം ശുദ്ധമാകത്തില്ല. അതിന് ഏകമാർഗം കലിയുഗത്തിൽ വിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായിരുന്ന വ്യാസമഹർഷി പറയുന്നത് നാമജപം. ജപിക്കേണ്ടതിന് വിധിയുണ്ട്. അങ്ങനെ ജപിച്ചാൽ അത് ധാരാളം മതി മോക്ഷത്തിനും സകലവിധ സാത്വിക പ്രഭാവം ഉണ്ടാക്കാനും. വിധി ഗുരുമുഖത്തു നിന്നറിയേണ്ടതാണ്. ഇവിടെ അത് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് പറയാൻ വിധിയില്ല. ഒരു ആൾ മന്ത്രദീക്ഷ സ്വീകരിക്കണമെന്ന് നമ്മളുടെ അടുത്ത് വരുമ്പോൾ അതിന് ചില രഹസ്യങ്ങളുണ്ട്. ഗുരുവും ശിഷ്യനും മാത്രം അറിയേണ്ടത്. അതാണ് ഒരു കർണത്തിൽ നിന്ന് അടുത്ത കർണത്തിലേക്ക്, അതായത് ഒരു ചെവിയിൽ നിന്ന് അടുത്ത ചെവിയിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കേണ്ടതാണ് മന്ത്രമെന്ന് ആചാര്യന്മാർ പറയുന്നത്. മന്ത്രം ഒരിക്കലും എഴുതി കൊടുക്കേണ്ടതോ ഫോൺ വഴി വിളിച്ചു പറയേണ്ടതോ ഇല്ല. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് എനിക്ക് ബാലരാമപുരത്തു നിന്നൊരു ഫോൺ വന്നു. തിരുവനന്തപുരം ബാലരാമപുരത്തു നിന്ന്. സ്വാമിജി, ഞാൻ ഇരുമ്പ് കട നടത്തുന്ന ബാലനാണ്. ഞാൻ പറഞ്ഞു, അതിനെന്താ നടത്തിക്കോളൂ, അതിനെന്താ എനിക്ക് വിരോധം? അല്ല, അതല്ല, സ്വാമിജിയുടെ ഒരു ശിഷ്യൻ എന്നോട് വിളിച്ചു പറഞ്ഞു സ്വാമിജി കുണ്ടലിനിയെ ഉണർത്താൻ മിടുക്കനാണെന്ന്. ഞാൻ പറഞ്ഞു, ഓ അത് ശരി. സ്വാമിജി കടയിൽ ആൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നേരത്തെ നിങ്ങൾ ആ കടയിൽ ആൾ വന്നെങ്കിൽ അവർക്ക് സഹായം കൊടുക്കൂ. അതല്ല, എനിക്ക് പെട്ടെന്ന് കുണ്ടലിനി ഉണർത്തുന്ന ഒരു വിദ്യ പറഞ്ഞു തന്നാൽ. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് നീ വന്നിരുന്നെങ്കിൽ എൻ്റെ ചെവിക്കല്ലൊക്കെ ഞാൻ അടിയെന്നെ വച്ച് ഫോൺ വെച്ചാൽ മേലെ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം, ആത്മീയതയെ അവൻ എത്ര നിസ്സാരമാണ് കണ്ടിരിക്കുന്നതെന്ന്. അപ്പം അതായത് നട്ടെല്ലിൻ്റെ അവസാന ഭാഗത്ത് 3.5 ചുറ്റുള്ള സർപ്പാകൃതിയിൽ സ്വർണ്ണ നിറമാറുന്ന വിധത്തിൽ പരാശക്തിയായ ദേവി അധോമുഖിയായി കിടക്കുകയാണ്. ആ ദേവിയെയാണ് മന്ത്രതന്ത്രാദികളിലൂടെ ഉണർത്തി ഷഡാധാരങ്ങൾ ഭേദിച്ച് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, ഈ 6 പടികളും കടന്ന് 1000 വിധത്തിലുള്ള പത്മത്തിൻ്റെ പുറത്തിരിക്കുന്ന മഹാദേവ ചൈതന്യവുമായി സന്ധിക്കാൻ. അപ്പോഴാണ് ഒരു വ്യക്തി ബ്രഹ്മജ്ഞാനിയാവുക. കുണ്ടലിനി എന്നുള്ളത് പരാശക്തി ചൈതന്യമാണ്. എല്ലാ മനുഷ്യ ശരീരത്തിലും ഈ നട്ടെല്ലിൻ്റെ അവസാന ഭാഗത്ത് ഇത് കിടപ്പുണ്ട്. അതിൽ ആർക്കും തർക്കമൊന്നുമില്ല. ഉപനിഷത്തുക്കൾ അതിന് കാര്യകാരണ സഹിത അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അതിനാണ് അയാൾ ഈ ചന്തയിൽ പോയി മീൻ വാങ്ങുന്ന ലാഘവത്തോടെ പറയാണ്, പെട്ടെന്നൊന്ന് വിദ്യ പറഞ്ഞുതരാമെന്ന് ഉണർത്തിവിടാൻ. എത്ര വർഷത്തെ നിരന്തര ത്യാഗത്തിലൂടെ മാത്രമേ കുണ്ടലിനെ ഉണർത്താൻ പറ്റൂ, അല്ലാതെ ഉണരില്ല. അല്ലെങ്കിൽ പിന്നെ ഉണർത്താൻ കഴിവുള്ള യോഗ്യന്മാരുണ്ട്. അങ്ങനെ ഉണർത്തിയാൽ ചിലപ്പോൾ ഇവനെ ഊളംപാറ കിടത്തേണ്ടി വരും. അങ്ങനെ ഉണ്ട്. ചിരിക്കാൻ പറയല്ല, ഞാൻ ഇത് വളരെ സഗൗരവം പറയുകയാണ്. കുണ്ടലിന് വിധിപ്രകാരമല്ലാതെ ഉണർത്തിയാൽ അതിന് യോഗ്യമല്ല ശരീരമെങ്കിൽ, ഏതെങ്കിലും രോഗമുള്ള ആളിനെ കുണ്ടലിനെ ഉണർത്താനുള്ള എളുപ്പവിദ്യ പ്രയോഗിച്ചാൽ കുണ്ടലിന് ഉണർന്ന് സഹസാരത്തി എത്തൂല, കണ്ടം വരെ എത്തുകയുള്ളൂ, അനാഗതം വരെ എത്തുകയുള്ളൂ. ആൾ തീർച്ചയായിട്ടും ഭ്രാന്ത് പിടിക്കും. പിന്നെ ഒരിക്കലും റിക്കവറി ഉണ്ടാവുകയില്ല. അപ്പം ആത്മീയത എന്ന് പറയുന്നത് ഗുണത്തേക്കാളേറെ ദോഷവശം കൂടി ചിന്തിക്കണം. അതാണ് ഒരു നല്ല ചിന്തകൻ, നല്ലൊരു ഗുരു. അതാണ് ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ. ലളിതാ സഹസ്രനാമം മാത്രം നിരന്തരം ഉരുക്കഴിച്ച് ഒരു പെൺകുട്ടി കോട്ടയത്ത്, കുട്ടിക്ക് ബ്രഹ്മജ്ഞാനിയായി കുട്ടി, കുണ്ടലിനി ഉണർന്നു. പക്ഷേ കുറേ കാലം ആശുപത്രി കിടക്കേണ്ടി വന്നു. കുണ്ടലിനി ഉണർന്നാൽ അത് തിരിച്ചു കൊണ്ടുപോകണം മൂലാധാരത്തിൽ. ഉണർന്നിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ തിരിച്ച് മൂലാധാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് ഭ്രാന്താണ്. പിന്നെ ഈശ്വര കൃപ കൊണ്ടും ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടുമൊക്കെ ആ കുട്ടി അടുത്ത കാലത്ത് പഴയ അവസ്ഥയിലേക്ക് വന്നു. കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താവ് ഒരു
ഒരു മിലിറ്ററി ഓഫീസറാണ്. അദ്ദേഹം വല്ലപ്പോഴും ഒരിക്കൽ വരും. ഈ കുട്ടിക്ക് വീട്ടിൽ ജോലിയൊന്നുമില്ല. പുരാണ ഗ്രന്ഥങ്ങൾ വായനയും ലളിത സഹസ്രനാമം ചൊല്ലലും ആരോ പറഞ്ഞ് ശ്വാസം പിടിച്ച് മുകളിലോട്ട് വിട്ടാൽ മതി കുണ്ടലിനി ഉണരുമെന്ന്. ഈ കുട്ടി അതൊക്കെ ചെയ്തു തുടങ്ങി ഗുരുവില്ലാതെ. എന്ത് അപകടമെന്നറിയാമോ? ശ്വാസം പിടിക്കുന്നത് പ്രാണായാമമാണ്. പ്രാണായാമത്തിന് വിധിയുണ്ട്. നമ്മുടെ രോഹിത് സാറിൻ്റെ ഈ അബാക്കിലൂടെ പ്രാണായാമത്തെക്കുറിച്ചും അതിൻ്റെ വിധികളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ മോസ്റ്റ് ഡേഞ്ചറസ് ആണ് ഈ പ്രാണായാമം എന്ന് പറയണത്. എന്നാലോ വളരെ ലളിതവുമാണ്. വിധിപ്രകാരം സഞ്ചരിച്ചാൽ കറക്റ്റ് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ആളിൻ്റെ സകല രോഗങ്ങളും മാറി നല്ല ഉറച്ച ശരീരം വരും, അപാരമായ ബുദ്ധി വികസിക്കും, നല്ല ചൈതന്യം വരും, ബ്രഹ്മജ്ഞാനിയായി തീരുകയും ചെയ്യും. അപ്പം ഇതൊക്കെ ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഉയരാൻ വേണ്ടിയാണ്, ഈശ്വരീയമായി ഉയരാൻ. അതവിടെ നിൽക്കട്ടെ. ഇപ്പം വിഷയം അങ്ങയുടെ ചോദ്യമാണ്. അപ്പം ഞാൻ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ രണ്ടുപേരും രാമായണത്തിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. ഞാൻ വേറൊരു കഥയിലേക്കാണ് പോണത്. എനിക്കും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ മുത്തശ്ശനും ഇവർക്കൊക്കെ 24 മണിക്കൂർ ഒരേപോലെയാണ് കൊടുത്തത് അല്ലേ? അവർ കക്കണ്ടി കുത്തി കളഞ്ഞ് സമയം കളഞ്ഞു. അത് എൻ്റെ കുഴപ്പമല്ല. അവർ വളരെ കഷ്ടപ്പെട്ടൊന്നും അധ്വാനിച്ചുണ്ടാക്കിയതൊന്നുമല്ല ഈ ശരീരം. അവരാനന്ദിച്ചപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവർ ധർമ്മം പാലിച്ചാണ് എനിക്ക് ജന്മം നൽകിയത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാനീ ഇരിക്കുന്നത്. പിടികിട്ടിയോ? ഈ ഇരിക്കുന്നതൊക്കെ ശ്രേഷ്ഠ ജന്മം തന്നെ, ഒരു സംശയമില്ല. കാരണം അബദ്ധത്തിൽ ജനിച്ചതാണെങ്കിൽ പോലും അത് ഏതോ രീതിയിലൊരു ധർമ്മത്തിൻ്റെ രീതിയിൽ ജനിച്ചു പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയത കേൾക്കാൻ ഇവിടെ വരെ എത്താൻ പറ്റി. അതെത്ര കറങ്ങി തിരിഞ്ഞാലും എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് പോവുക, ഈ വഴിയാണ് നല്ലതെന്ന്. അവർ കേൾക്കണില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഭീഷ്മാചാര്യരുടെ അവസ്ഥ വരും. ജന്മം നൽകിയ പിതാവിൻ്റെ മോഹം തീർക്കാൻ പോയതാ അല്ലേ? നമ്മൾ ധർമാധർമ്മം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മകൻ അച്ഛൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി പോയതിൻ്റെ ഫലമാണ് ആ കാണായ ജീവിതം മുഴുവൻ അവസാനം ശരശയ്യെ കിടക്കേണ്ടി വന്നു. ബ്രഹ്മജ്ഞാനി അത് അല്ലേ സ്വാമി? അപ്പോൾ എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും എൻ്റെ മുത്തശ്ശിയെയും മാറ്റിയ മാർഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. എൻ്റെ വീട്ടിൽ വേറെ മക്കളുണ്ട്. എൻ്റെ മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യേ. എന്നാ പിള്ളേ ഇപ്പോൾ 84 വയസ്സായി, ഇനിയിപ്പോൾ ഞാൻ എന്ത് മെഡിറ്റേഷനൊക്കെ ചെയ്യാനാ? ഇച്ചിരി ഞണ്ടും കോഴിയും പോത്തൊക്കെ തിന്നങ്ങോട്ട് ജീവിച്ചേക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ ആ പൊന്ന് തള്ളേ നിങ്ങൾ പുഴുത്ത് ചാവും. എൻ്റെ ആ കുഞ്ഞമ്മ ഇവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്ക് ശരിയല്ലേന്ന്. ആ കുഞ്ഞമ്മയുടെ മുന്നിലിരുന്നാണ് മുത്തശ്ശി സമാധിയായി പോയത്. അപ്പോൾ ആ തള്ളേ എന്ന് വിളി കേൾക്കേണ്ടി വന്നു എൻ്റെ മുത്തശ്ശിക്ക് അത് മാറ്റം വരാൻ. ഞാൻ തള്ളേ എന്ന് വിളിച്ച് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ആ അമ്മ കാലേ കിടത്തി എന്നെ അപ്പിടിച്ചതും കുളിപ്പിച്ചതും എന്നെ വളർത്തിയതും ഒക്കെ എവിടെ ഏത് ആയുധം വേണമെന്ന് ഉപയോഗിക്കണമെന്ന് എനിക്കറിയാം. മുടി വെട്ടാൻ ആരും മറ്റേ വാള് കൊണ്ടൊന്നും വരാറില്ല. അതിന് കത്രിക മതി ഇല്ലേ? അപ്പോൾ ഏത് ആയുധം എവിടെ എടുക്കണമെന്ന് നമുക്കറിയാതിരിക്കണം. അത് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാതാപിതാക്കളെ ക്ലാസ്സിൽ കൊണ്ടുവന്നിരുത്തുക. ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാം. ഇനി മരിച്ചു പോയി എന്നിരിക്കട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിച്ചിരിക്കുമ്പോൾ സമ്പാദിക്കേണ്ട സാധനമാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് കാക്കറിയും ക്രൂന്ന് കാണിച്ചുകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ പണി എന്ത് എളുപ്പമാണ്. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഒന്നും ചെയ്യാത്തതിലും നമ്മൾ അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ഈ സിസ്റ്റം മുഴുവൻ എല്ലാം ബഹുമാനിക്കാൻ, അപമാനിക്കാനല്ല. ഞാനും എൻ്റെ മാതാപിതാക്കൾ സമാധി ആയാൽ പോലും ഞാൻ ഈ ചടങ്ങ് ചെയ്യും. അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ പിൻതലമുറ പറയും, ഇതേ കാണാൻ പാടില്ല ഒരു ബ്രഹ്മജ്ഞാനി അച്ഛനും അമ്മയും മരിച്ചിട്ട് ഇതേ തെങ്ങിൻ്റെ ഒട്ടി കുഴിച്ചിട്ടേക്കുക. ഇവനൊക്കെ എന്ത് ബ്രഹ്മജ്ഞാനി? ഇതേ ആളുകൾ പറയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ ചടങ്ങുകളൊക്കെ നടത്തി ചന്ദനം മുട്ടിങ്ങി ചന്ദനം നെട്ടി വാഴപ്പോളാങ്ങി വാഴപ്പോള എന്തൊക്കെ പറയണോ അതിനെ 3 വട്ടം ചിറ്റാൻ പറഞ്ഞാൽ 3 വട്ടം ചുറ്റും 7 പ്രാവശ്യം തല കുത്തിയേക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും. എല്ലാം ഞാൻ ചെയ്യും. പിണ്ണോം വയ്ക്കും. ഇവർക്ക് അങ്ങനെയെല്ലാം മോക്ഷം കിട്ടണമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനതൊക്കെ ചെയ്തിരിക്കും. കാരണം ഇത് നമ്മുടെ ധർമ്മമാണ്. ആ സിസ്റ്റം ഞാൻ അതേപോലെ തന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാനായിട്ട് പൊളിച്ചാൽ അതിന് പുതിയൊരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കി കൊടുത്തേച്ച് പൊളിക്കണം. അതുണ്ടാക്കാൻ പറ്റില്ലാത്തവൻ പൊളിക്കാൻ എളുപ്പമാണ്. എന്ത് വൃത്തിയോട് എനിക്ക് മൈക്ക് മുന്നിലിരിപ്പുണ്ട്. നമ്മളിരുന്നുകൊണ്ട് എന്ത് വൃത്തിയോട് ഇവിടെ വിളിച്ചു പറഞ്ഞേച്ചാൽ അങ്ങോട്ട് പോവാം. ഇതിനകത്ത് നിങ്ങളൊന്നും നല്ലത് കേൾക്കൂല. ഇതുകൊണ്ടാണ് സ്വാമി പറഞ്ഞതുപോലെ വായിൽ നിന്ന് കാതിലേക്ക് ഓതി കൊടുക്കുന്നത്. അധർമ്മിയുടെ കാതി കേട്ടാണ്ടല്ലോ അത് വേറെ തരത്തിൽ പോകും. പുറത്തേക്ക് പോകുമ്പോൾ
ഈ പറയണതായിരിക്കില്ല കേൾക്കണത്. ഇപ്പം കേൾക്കണതിൽ ചില കാതെങ്കിലും വിചാരിക്കും ഗുരുജി പറഞ്ഞ് മാതാപിതാക്കൾ കഞ്ഞി കൊടുക്കണ്ടെന്നാണ്. ഇങ്ങനെയൊരു ഭാഷയുണ്ടാവും ഉറപ്പാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ, മാതാപിതാക്കളെ ധർമ്മത്തിലേക്ക് നമ്മൾ പിടിക്കാൻ വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യണം. എങ്ങനെ? ചിലപ്പോൾ തല മുട്ടയടിക്കേണ്ടി വരും, ചിലപ്പോൾ കഞ്ഞി കുടിക്കാതിരിക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കേണ്ടി വരും. എന്തൊക്കെ ത്യാഗമുണ്ടോ ത്യാഗത്തിലൂടെ മാത്രമേ അവർ നമ്മുടെ വഴിയിലേക്ക് ഉണ്ട്. നമ്മുടെ ത്യാഗം കണ്ട് അവർ തന്നെ മാറി വരും. എൻ്റെ മാതാപിതാക്കളൊന്ന് സുന്ദരമായിട്ട് ധ്യാനിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുമ്മ ഇവിടെ വന്നിട്ടുണ്ട്, കുഞ്ഞുമ്മ ധ്യാനിക്കുന്നുണ്ട്. എൻ്റെ മുത്തശ്ശി സമാധിയായിപ്പോയി. എൻ്റെ മാതാപിതാക്കളും സമാധിയാവും, എൻ്റെ കുഞ്ഞുമ്മയും സമാധിയാവും. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഞാൻ സമാധിയാക്കി തന്നെ വിടും. ചമ്മന്തിയായിട്ടല്ല, പുഴുത്തരിച്ചാവുമല്ല. ആ മാർഗമാണ് ഞാനിവിടെ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനമൊന്നും കിട്ടൂല, പക്ഷെ നിങ്ങളെല്ലാം ആത്മസുഖം അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകും. ബ്രഹ്മജ്ഞാനം വേറെയാണ്, ആത്മസുഖം വേറെയാണ്. അപ്പം മാതാപിതാക്കൾക്ക് നമ്മൾ വിദ്യ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് പറയാൻ അറിയില്ലേ, നിങ്ങൾ ഗുരുക്കന്മാരുടെ മുന്നിൽ കൊണ്ടുവരിക, വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം. അവർ കേൾക്കണില്ലേ, കഞ്ഞി കൊടുക്കാൻ കൊള്ളാത്ത വർഗ പടിക്ക് പുറത്ത് കടത്തി വിട്ടേക്കുക. ഞാനതേ പറയുള്ളൂ. കാരണന്മാരാണ് വൃത്തികേട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധർമ്മം പറഞ്ഞിട്ട് മനസ്സിലാവും. അവന് ശവക്കറി കഴിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ഏത് ധർമ്മത്തിലാണ് ജീവിക്കുന്നത്? വയസ്സായ കാരണന്മാർ പറയാം എനിക്ക് പറ്റില്ല കേട്ടോ, ഞാനിപ്പോൾ മെഡിറ്റേഷൻ ഒന്നും ഇരിക്കാൻ പറ്റില്ല, കുഴപ്പമില്ല കഞ്ഞി കൊടുത്തേക്കാം. പക്ഷെ പറയാം എനിക്ക് ഇച്ചിരി മീൻ കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല മോനെ എന്ന് പറഞ്ഞാൽ പറയും കടക്ക് പുറത്തുനിന്ന്, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് കടന്നു പോകും. ഞാൻ ചെയ്യണ പണി അതാ, ഞാൻ പുറത്തേക്ക് കടന്നു പോകും. കാരണം അവരുണ്ടാക്കിയ വീട്ടിലോട് എനിക്ക് അവരോട് പുറത്ത് കടന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധർമ്മിയെ സംരക്ഷിക്കുന്നവൻ ധർമ്മിഷ്ഠനല്ല, നമ്മൾ അധർമ്മിയായിട്ട് മാറുകയാണ്. ഭിക്ഷ എടുക്കാൻ യോഗ്യതയുള്ളവൻ സന്യാസി എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? അവൻ 5 വീട് ഭിക്ഷ എടുത്തു, 5 വ്യക്തിയെ കണ്ടു, പിന്നെ അവൻ അന്ന് ഭക്ഷണമില്ല, അമ്പലത്തിൽ പോയിട്ടും കിട്ടിയില്ല, അവൻ പട്ടിണി കിടന്നോളാം. ഇതാണ് ധർമ്മം.